ചെന്നൈയിൻ FC 1-3 ഗോളുകൾക്ക് തകർത്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ISLൽ നിർണായക വിജയം സ്വന്തമാക്കി. ജിമിനസ്, കോറോസിംഗ്, പെപ്ര എന്നിവർ ബ്ലാസ്റ്റേഴ്സിനായി സ്കോർ ചെയ്തപ്പോൾ വിൻസി ബാരറ്റോയാണ് ചെന്നൈയ്ക്കായി ആശ്വാസ ഗോൾ കണ്ടെത്തിയത്. വിജയത്തോടെ 19 മത്സരത്തിൽ നിന്ന് 7 ജയവും 3 സമനിലയും 9 തോൽവിയും ഉൾപ്പെടെ 24 പോയിന്റുമായി 8-മതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ഥാനം. ഇന്ന് മത്സരം ആരംഭിച്ച് 3-ാം മിനിറ്റിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആദ്യ ഗോൾ കണ്ടെത്തി. കോറോസിംഗ് സമർത്ഥമായി നൽകിയ പന്തിൽ തകർപ്പനൊരു സ്ട്രൈക്കിൽ ജിമിനസ് ചെന്നൈ വല കുലുക്കിയായിരുന്നു. പിന്നീടും മികച്ച മുന്നേറ്റം നടത്തിയ ബ്ലാസ്റ്റേഴ്സ് 13-ാം മിനിറ്റിൽ ജിമിനസിലൂടെ മികച്ചൊരു അവസരം സൃഷ്ടിച്ചെങ്കിലും സ്കോർ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. 18-ാം മിനിറ്റിൽ ചെന്നൈക്ക് ലഭിച്ച ഫ്രീ കിക്കിൽ നിന്നുള്ള ഒരു തകർപ്പൻ ഹെഡർ സച്ചിൻ സേവ് ചെയ്തത് ബ്ലാസ്റ്റേഴ്സിന് തുണയായി മാറി. 36-ാം മിനിറ്റിൽ മിലോസിനെ ഫൗൾ ചെയ്തതിന് ചെന്നൈ താരം ജോർദാൻ വിൽമർ റെഡ് കാർഡ് കണ്ട് പുറത്തായി. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ കോറോസിംഗിലൂടെ ബ്ലാസ്റ്റേഴ്സ് 2-ാം ഗോളും കണ്ടെത്തി. 18-കാരനായ കോറോസിംഗ് ISL ചരിത്രത്തിൽ ബ്ലാസ്റ്റേഴ്സിനായി ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് സ്വന്തം പേരിലാക്കി. 2 ഗോൾ ലീഡോടെ ആദ്യ പകുതി അവസാനിപ്പിച്ച ബ്ലാസ്റ്റേഴ്സ് 2-ാം പകുതിയിലും മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. 56-ാം മിനിറ്റിൽ പെപ്രയിലൂടെ ബ്ലാസ്റ്റേഴ്സ് 3-മതും ചെന്നൈ വല കുലുക്കി. ഇത്തവണയും ലൂണയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു ഗോൾ പിറന്നത്. ഇഞ്ചുറി ടൈമിൽ വിൻസി ബാരറ്റോ മികച്ചൊരു സ്ട്രൈക്കിലൂടെ ചെന്നൈയുടെ ആശ്വാസ ഗോൾ കണ്ടെത്തി. എന്നാൽ ഇഞ്ചുറി ടൈമിൻ്റെ അവസാനം ലഭിച്ച സുവർണാവസരം നോഹ സദോയ് പാഴാക്കിയതിന് ക്യാപ്റ്റൻ ലൂണ കലഹിച്ചതോടെ ഇരുവരും കയ്യാങ്കളിയുടെ വക്കീലെത്തിയത് ബ്ലാസ്റ്റേഴ്സിന് നാണക്കേടായി മാറി. ഏതായാലും ISL ചരിത്രത്തിൽ ആദ്യമായി ചെന്നൈയെ അവരുടെ തട്ടകത്തിൽ ചെന്ന് തോൽപ്പിക്കാൻ കഴിഞ്ഞതിൻ്റെ ആഹ്ലാദത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. ഫെബ്രുവരി 15-ന് മോഹൻ ബഗാനെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.